Revit MEP മലയാളം ട്യൂട്ടോറിയലിന്റെ 77ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോണ സ്പ്ലിറ്റ് സർഫസിനെ കുറിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ മർജ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സബ് റീജിയൻ ഉണ്ട്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകണം. ഓക്കെ, ആദ്യം തന്നെ നമുക്കിവിടെ സ്പ്ലിറ്റ് സർഫസ് എന്താണെന്നുള്ളത് നോക്കാം. സ്പ്ലിറ്റ് സർഫസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു സിംഗിൾ സർഫസ് ആയിട്ടാണ് കിടക്കുന്നത്. എനിക്കിപ്പോൾ ഈ ഒരു സർഫസിനെ കട്ട് ചെയ്ത് മാറ്റണം. സ്പ്ലിറ്റ് എന്ന് തന്നെ അതിൻ്റെ മീനിങ് തന്നെ അത് തന്നെയാണ്. കട്ട് ചെയ്ത് മാറ്റി വേറൊരു പോർഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ സ്പ്ലിറ്റ് സർഫസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ഒരു സർഫസിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്പ്ലിറ്റ് സർഫസ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഏത് സർഫസ് ആണോ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ആ ഒരു സർഫസ് ആദ്യം കാണിച്ചു കൊടുക്കണം. അതിനുശേഷം ഏത് ആംഗിളിലാണോ കട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് ഷേപ്പിലാണോ കട്ട് ചെയ്യേണ്ടത് അത് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം റെക്ടാങ്കുലറായിട്ട് ഇവിടെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്യണമെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ലൈനാണ് സെലക്ട് ചെയ്യുന്നത്. ലൈൻ സെലക്ട് ചെയ്തതിനു ശേഷം ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബൗണ്ടറി ഇതുപോലെ കട്ട് ചെയ്യുകയാണ്. ഓക്കെ, ബൗണ്ടറി ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാനിത് കംപ്ലീറ്റ് ചെയ്യാണ്. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക പറയാം. ഇപ്പോൾ ഇവിടെ രണ്ട് പാർട്ടായി കഴിഞ്ഞു. ഇപ്പോൾ ഇതൊരു സർഫസ് ആയിട്ട് വരും, അതുപോലെ തന്നെ ഇത് മറ്റൊരു സർഫസ് ആയിട്ട് വരും. ഓക്കെ, അങ്ങനെ രണ്ട് സർഫസ് ആയിട്ട് തന്നെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു സർഫസ് വേണ്ട. ഓക്കെ, ഇത് ഈ ഒരു വോൾ ഞാൻ ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, ഈ ഒരു സർഫസ് എനിക്ക് വേണ്ടെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും സർഫസ് ഇവിടെ നിന്ന് ഡിലീറ്റ് ആയി പോകും. ഈ ഒരു രീതിയിൽ നമുക്ക് സർഫസിനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. ഇപ്പോൾ സ്പ്ലിറ്റ് സർഫസിലേക്ക് പോയതിനു ശേഷം ഇപ്പോൾ ഞാനിവിടെ സ്ക്വയർ എടുത്തു. ഞാനിവിടെ ഒരു സെപ്പറേറ്റ് സ്ക്വയർ പിടിക്കുകയാണ്. അതിനുശേഷം ഞാനിത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം രണ്ട് സർഫസ് ആയി കഴിഞ്ഞു. ഇനിയിപ്പം വേണമെങ്കിൽ എനിക്കിപ്പോൾ വേറൊരു മെറ്റീരിയൽ കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ മെറ്റീരിയലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ വേറെ ഏതെങ്കിലും ഒരു ടൈപ്പ് മെറ്റീരിയൽ എനിക്ക് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം വൈറ്റ്. ഓക്കെ, ഞാനിവിടെ പുതിയൊരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ റീനെയിം കൊടുക്കുവാണ്. ഓക്കെ, നെയിം. ഓക്കെ, RR എന്നൊരു നെയിം കൊടുത്തു. അതിനുശേഷം ഇവിടെ ഒരു മെറ്റീരിയൽ ഞാൻ ഇവിടെ കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഇവിടെ ഇൻ്റർലോക്ക് അപ്പിയറൻസിനുള്ളിൽ ഇവിടെ ഇൻ്റർലോക്ക് എന്ന് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഇൻ്റർലോക്ക് എന്ന് കൊടുത്തപ്പോൾ ഇവിടെ പല ടൈപ്പ് മെറ്റീരിയൽ വന്ന് ഞാൻ ഈ ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്തതിനു ശേഷം ഇതിനെ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ആ ഒരു മെറ്റീരിയൽ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നോക്കരുത്. ഇതൊക്കെ നമ്മൾ മെറ്റീരിയൽ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് നോക്കിയ സമയത്ത് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ അതിനുശേഷം ഇവിടെ റിയലിസ്റ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നോക്കാം. ഓക്കെ, റിയലിസ്റ്റിക്കിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഇത് മൊത്തത്തിൽ ഇപ്പം ബ്ലാക്ക് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ഇത് ഇവിടെ ഒരു മെറ്റീരിയൽ ആഡ് ആയിട്ടുണ്ട്. കൃത്യമായിട്ട് തന്നെ ഒരു ഇൻ്റർലോക്കിൻ്റെ ഒരു മെറ്റീരിയലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ സർഫസിനെ കട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ഒരു സർഫസ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം സ്പ്ലിറ്റ് സർഫസ് ഉപയോഗിച്ചിട്ട് ഞാനിപ്പം ഇത് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഇതെടുക്കുകയാണ്. ഇപ്പോൾ ഈ വീട്ടിലേക്ക് വരേണ്ട ഒരു വഴി, ഗേറ്റ് വരെയുള്ള ഒരു വഴിയൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലൊക്കെ സ്പ്ലിറ്റ് സർഫസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മുടേതായ ഒരു ഐഡിയയിൽ അങ്ങ് ചെയ്താൽ മതി. നമ്മുടെ ഡിസൈൻ എന്താണോ ആ രീതിയിൽ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഇത് കട്ട് കൊടുത്ത് പുതിയൊരു മെറ്റീരിയലൊക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. ഓക്കെ, പക്ഷേ ഇതിലൊരു നെഗറ്റീവ് ഉണ്ട്. അതായത് ഈ സ്പ്ലിറ്റ് സർഫസ് ഉപയോഗിച്ച് നമ്മളൊരു സർഫസിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ ഈ ഒരു സർഫസ് ഇവിടെ കട്ട് ചെയ്തു, ഇനി വേണ്ട എന്ന് ഒരു കണ്ടീഷനാണ് വേണ്ടതെങ്കിൽ ഞാനിപ്പോൾ ഇതിനെ സെലക്ട് ചെയ്ത് ഞാനിവിടെ ഡിലീറ്റ് എടുത്തു കഴിഞ്ഞാലുണ്ടോ ആ ഒരു സർഫസ് ഞാൻ എത്രത്തോളം കട്ട് ചെയ്തു ആ ഒരു ഏരിയ മൊത്തത്തിൽ അങ്ങ് ഡിലീറ്റ് ആയി പോവുകയാണ്. അതായത് അവിടെ പ്രത്യേകിച്ച് സർഫസോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതൊരു നെഗറ്റീവ് എന്ന് പറയാൻ പോലെ ഇത് നമുക്ക് ഈ ഒരു കണ്ടീഷൻ ആവശ്യമാണ്. നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഒരു ആവശ്യമായിട്ടുള്ളൊരു ടൂള് തന്നെയാണിത്. പക്ഷേ നമുക്കിപ്പം ഇത് ഡിലീറ്റ് ചെയ്താലും നോർമൽ സർഫസ്, നമ്മളെ പ്ലെയിൻ ആയിട്ടുള്ളൊരു സർഫസ് അവിടെ വരണം. അപ്പോൾ ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ സബ് റീജിയൻ എന്ന് പറയുന്നൊരു ടൂളുണ്ട്. ഈ ടൂൾ ഉപയോഗിച്ച ശേഷം ഞാൻ അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ സർഫസ് മൊത്തത്തിൽ സെലക്ട് ആവും. ഓക്കെ, ഞാനിപ്പോൾ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഇതുപോലൊരു കട്ടിങ് വേണം. ഓക്കെ, അതിനുശേഷം ഞാനിത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു കട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് വേണമെങ്കിൽ ഇനി പുതിയ മെറ്റീരിയൽ ആഡ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. ഓക്കെ, പക്ഷേ ഇവിടെ ഞാനിപ്പോൾ ഈ ഒരു സർഫസിനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ സ്റ്റേജിലേക്ക് മാറും. അതായത് ഈ സബ് റീജിയൻ ഉപയോഗിച്ച് നമ്മളൊരു കട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സർഫസിൻ്റെ മേളിൽ വേറൊരു സർഫസ് കൊണ്ടുവച്ച പോലെയാണ്. നമ്മൾ ആ ഒരു കട്ടിനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ സർഫസിലേക്ക് മാറും. അതുപോലെ തന്നെ ഈ സ്പ്ലിറ്റ് സർഫസ് ഉപയോഗിച്ച് കട്ട് ചെയ്തൊരു പോർഷൻ, ഓക്കെ, ഞാൻ ഇപ്പം സ്പ്ലിറ്റ് സർഫസ് എടുത്തതിന് ശേഷം ഇവിടെ ഞാനൊരു പോർഷൻ ഇവിടെ ഇതുപോലെ കട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പം രണ്ട് സർഫസ് ആയി കഴിഞ്ഞു. ഇതൊരു ചെറിയൊരു സർഫസ്, അതുപോലെ തന്നെ ഇത് മറ്റൊരു സർഫസ്. ഓക്കെ, എനിക്കിപ്പോൾ ഈ ഒരു കട്ട് ഇവിടെ വേണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവിടെ മെർജ് എന്ന് പറയുന്നത് വേറൊരു ഓപ്ഷൻ, മെർജ് സർഫസ്. ഇത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം എനിക്ക് ഏതിലേക്കാണോ ആദ്യം ഈ ഒരു സർഫസ് കാണിച്ചു കൊടുക്കുക, അതിനുശേഷം ഏതാണോ ഇതിലേക്ക് വന്ന് ജോയിൻ്റ് ആവുന്നത് ആ സർഫസ് കൂടെ കാണിച്ചു കൊടുക്കുക. അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ കണ്ടോ അത് ഒറ്റ സിംഗിൾ സർഫസ് ആയിട്ട് മാറും. പിന്നെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് മെർജ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു സർഫസ് ഇല്ലല്ലോ നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട്, അവിടെ മെർജ് ആവത്തില്ല. ഓക്കെ, അപ്പോൾ കട്ട് ചെയ്ത് മാറ്റേണ്ട പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഈ സാധാരണ രീതിയിൽ ഈ മെർജ് സർഫസ് നമുക്ക് യൂസ്ഫുൾ ആവുന്നത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോൾ ടോപ്പ് സർഫസ് കൂടെ ഒന്നുകൂടെ വരയ്ക്കുകയാണ്. ഓക്കെ, ഇതുപോലെ ഒരു വരച്ച സമയത്ത് 2 സർഫസ് ആയിട്ട് വരച്ചു. ഓക്കെ, ഇങ്ങനെ വരച്ച് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം എനിക്ക് ഇനി ഈ 2 സർഫസും കൂടെ ഒരൊറ്റ സർഫസ് ആക്കി മാറ്റണം. അപ്പോൾ ആ സമയത്താണ് നമുക്ക് ഈ മെർജ് സർഫസിൻ്റെ കൂടുതൽ യൂസ് വരുന്നത്. ഇനി ഞാനിപ്പം ഈ മെർജ് സർഫസ് എടുക്കുകയാണ്. അതിനുശേഷം ഈ ഒരു സർഫസ് ഞാൻ കാണിച്ചു കൊടുത്തു. അതിനുശേഷം ഇതിലേക്കാണോ ഒന്ന് ജോയിൻ്റ് ആവേണ്ട ആ ഒരു സർഫസും കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടോ ഒറ്റ സിംഗിൾ സർഫസ് ആയിട്ട് മാറും. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മെർജ് ചെയ്യുന്ന 2 സർഫസുകളാണല്ലോ, ഈ സർഫസും ഈ സർഫസും. ഈ 2 സർഫസുകൾ തമ്മിൽ എവിടെയെങ്കിലും ജോയിൻ്റ് ആയിരിക്കണം. ഇതുപോലെ എവിടെയെങ്കിലും ജോയിൻ്റ് ആയിരുന്നാൽ മാത്രമേ അത് മെർജ് ആവുള്ളൂ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നോക്കണം, ഇതിപ്പോൾ സെപ്പറേറ്റ് നിൽക്കുന്ന ഒരു സർഫസ് ആണ് എങ്കിൽ ഇത് ഞാനിപ്പം മെർജ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും കാണിക്കുന്നത് നോക്കാം. ഞാൻ മെർജ് കൊടുത്തു, അതിനുശേഷം ഇവിടെ സെലക്ട് ചെയ്തു, അതിനുശേഷം ഞാൻ ഈ ഒരു സർഫസ് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു എറർ വരും. കാരണം ഇത് രണ്ട് സർഫസായിട്ട് നിൽക്കുകയാണ്, അതുകൊണ്ട് ഇത് മെർജ് ആവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സ്പ്ലിറ്റ് സർഫസും അതുപോലെ തന്നെ മെർജ് സർഫസും അതുപോലെ സബ് റീജിൻ്റെയും ഉപയോഗം.